തിരുവനന്തപുരം കിളിമാനൂരിൽ ആസ്ഥാനമായുള്ള ആദിത്യ ഫിനാൻഷ്യൽ സർവീസസിൽ ചിട്ടി ചേർന്നവരാണ് തട്ടിപ്പിനിരയായത്. സ്ഥാപനത്തിന്റെ 8 ശാഖകളിലൊന്ന് അകാരണമായി പ്രവർത്തനം നിർത്തി. തൊട്ടു പിന്നാലെ സ്ഥാപന ഉടമകളായ പാരിപ്പള്ളി സ്വദേശി ബിനു, ആയിരൂർ സ്വദേശി രഞ്ജിത്ത് എന്നിവർ ഒളിവിൽ പോയി. 50 ലക്ഷം രൂപ 50,000 രൂപ പോയി കിടക്കുക. അത് സർക്കിൾ തരാമെന്ന് പറയുന്നത് ഇത് കിട്ടുമെന്ന് അവിടുത്തെ സർക്കിളിന് പോലും വിശ്വാസമില്ലാത്തൊരു കണ്ടീഷനാണ്. 5000 മുതൽ 50,000 വരെയുള്ള കുറിച്ചിട്ടുകളിൽ 1000-ഓളം അംഗങ്ങളുണ്ട്. പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം ലഭിച്ച രജിസ്റ്റർ നമ്പർ സർക്കാർ അംഗീകാരം എന്ന ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. 2 വർഷം മുൻപാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. രജിസ്ട്രേഷൻ നമ്പർ പോലും ഇല്ലാത്ത 100,000 തട്ടിപ്പ് കമ്പനികൾ കേരളത്തിനകത്ത് പ്രവർത്തിക്കുകയാണ്. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ അതിൻ്റെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് പോലീസ് അതിനെ ഒതുക്കി വിടാനുള്ള ഒരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. കിളിമാനൂർ CIക്ക് ഇടപാടുകാർ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പണം അപഹരിച്ചത് സ്ത്രീകളടക്കമുള്ള ജീവനക്കാരാണെന്ന് കാട്ടി ഉടമകൾ പോലീസിന് പരാതി നൽകി. ഇതിനെതിരെ ജീവനക്കാരും പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.